മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിലെ 15-ാം ദിനം വിശ്വാസി സമൂഹം, വിശ്വാസികളെല്ലാവരും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും കർത്താവിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ വ്യക്തികളും ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഓരോ ദിവസം നോയമ്പ് തീരുമ്പോൾ, ഓരോ ദിവസം കടന്നു പോകുമ്പോൾ നോയമ്പ് മുമ്പോട്ട് പോകുന്നു. കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് നമ്മൾ 40-ാം വെള്ളിയാഴ്ച കടന്നു വരും, ഓശാന വരും, പെസഹ വരും, ദുഃഖ വെള്ളിയാഴ്ച വരും, സന്തോഷത്തിൻ്റെ ദിനം വരും. പക്ഷേ ഈ ഒരു യാത്രയിൽ നമുക്കൊരു കാര്യം എപ്പോഴും ചെയ്യണം. നമ്മുടെ മനസ്സിനെ പരിശോധിക്കണം. മനസ്സിനെ പരിശോധിച്ച ശേഷം തിരിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരണം എന്നൊരു വലിയ സത്യം നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവിന് താല്പര്യമുണ്ടാവും, ആത്മാവ് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ ശരീരം ബലഹീനനായോണ്ട് നമ്മൾ ദൈവത്തിലേക്ക് അധികം ചേരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. എത്ര പ്രശ്നമുണ്ടെങ്കിലും, എത്ര ഭാരമുണ്ടെങ്കിലും, കുടുംബജീവിതത്തിൽ, ദാമ്പത്തികമായ ജീവിതത്തിൽ എത്ര രോഗങ്ങളുണ്ടെങ്കിലും, എത്ര കഠിന പീഡനമാണെങ്കിലും, എത്ര കഠിന വേദനയാണെങ്കിലും ഇങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞു നോക്കണ്ട. കുരിശിലോട്ട് തിരിഞ്ഞു നോക്ക്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് സമർപ്പിക്കുന്നതാണ് പത്രോസിൻ്റെ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് ആദ്യം മനസ്സിലാക്കണം, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യം. നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആദ്യം ഒരു ക്രിസ്ത്യാനി ഏറ്റെടുക്കുന്ന കാര്യം എന്താണെന്നോ, ബൗ ഡൗൺ, താഴ്മയോടെ വിനയത്തോടെ എന്നെ തന്നെ സമർപ്പിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എന്ന വ്യക്തി എന്നെ തന്നെ താഴ്ത്തുമ്പോൾ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുമ്പോൾ, ആദ്യം മനസ്സിലാക്കുക, ഈ നോയമ്പ് എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയല്ല. അല്ലെ, എല്ലാം എനിക്കുള്ളതെല്ലാം ഞാൻ ദരിദ്രന് കൊടുക്കുന്നു, പാവപ്പെട്ടവർ കൊടുക്കുന്നു, 10 രൂപ അവിടെ കൊടുക്കുന്നു, ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, ഇതൊന്നും അല്ല. നോയമ്പിൽ എൻ്റെ അഹങ്കാരത്തെയാണ് ഞാൻ സമർപ്പിക്കേണ്ടത് കർത്താവിൻ്റെ മുമ്പിൽ. അഹങ്കാരിയായ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അഹങ്കാരിയായ മനുഷ്യൻ രക്ഷ പ്രാപിക്കത്തില്ല. അപ്പോൾ ആദ്യം എൻ്റെ അഹങ്കാരത്തെ കർത്താവിലേക്ക് സമർപ്പിക്കണം. പിന്നെ വിനയത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. 3-ാമത്തെ കാര്യം, വിനയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സങ്കടങ്ങളും ഭാരങ്ങളെല്ലാം ദൈവം എടുത്തു കളയും, നീക്കിക്കളയും. അപ്പോൾ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ സങ്കടം സമർപ്പിച്ചാൽ എൻ്റെ ഭാവി ദൈവം സുരക്ഷിതമാക്കും. 2-ാമത്തെ കാര്യം, ഈ നോയമ്പ് എന്ന് പറഞ്ഞ ഒരു പുതുജീവനാണ്, ആധ്യാത്മിക ജീവനാണ് നോയമ്പ്. അതായത് നമ്മളുടെ കാര്യമെങ്കിൽ, അല്ലെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കാൻ പോയാൽ ഒന്നും ഉണ്ടാകത്തില്ല, പരിഹാരം ലഭിക്കാൻ പോകുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കണം, ഈ ഓരോ പ്രശ്നവും ദൈവത്തിൻ്റെ ശക്തിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം അത് അനുഗ്രഹത്തിനുള്ളൊരു കാരണമാക്കി തീർക്കും. അപ്പം എൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ, കർത്താവേ ഈ ദിവസം ഈ സമയത്ത് എനിക്കൊരു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് ദൈവം കൃത്യമായി നമ്മുടെ സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും, അനുഗ്രഹിക്കുകയും ചെയ്യും. ഫോർ അസ് ഇറ്റ് വിൽ ബി ലേറ്റ്, ബട്ട് ഫോർ ഗോഡ് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ഓർത്തണം, എനിക്കത് ഒരു പക്ഷേ ഇപ്പം തീരുമായിരിക്കും, പക്ഷെ കർത്താവിന് അത് തുടക്കമായിരിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമുക്ക് സന്തോഷം തന്നെ എങ്ങനെ. ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സമയം അനുസരിച്ച് എന്താണെന്ന് അറിയാം. നമുക്ക് ആദ്യം മനസ്സിലാക്കുക, ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ആ സമയത്ത് സങ്കടത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു സങ്കടമുണ്ടെങ്കിൽ അതൊരു ദുഃഖ വെള്ളി അനുഭവമാണ്. നാളെ ഈസ്റ്റർ റിസറക്ഷൻ വരുമ്പോൾ അത് സന്തോഷത്തിൻ്റെ സമയമാണ്. അപ്പം നമുക്കറിയാം, കർത്താവിന് മുമ്പിൽ വിനയത്തോടെ ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ അത് എൻ്റെ സങ്കടം കഴിഞ്ഞു, അനുഗ്രഹം കടന്നു വന്നു. ഇനി എൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കർത്താവ് തന്ന ഒരു ചെറിയ സമയത്തിൽ എനിക്ക് തന്ന അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 3-ാമത്തത്, നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഞാൻ എന്ന വ്യക്തി എന്നെ തന്നെ ആശ്രയിച്ചല്ല. അതായത്
എൻ്റെ പ്രശ്നങ്ങളിൽ ഇന്നും ഞാൻ എൻ്റെ പ്രശ്നങ്ങളാണ്, അത് എൻ്റെ പ്രശ്നങ്ങളാണ്, ഞാൻ പരിഹരിച്ചാൽ മാത്രമേ അത് ശരിയാവും എന്ന് വിചാരിച്ച് നടന്നാൽ അത് ശരിയാവത്തില്ല പ്രിയമുള്ളവരെ. അതിനാദ്യം മനസ്സിലാക്കണം. നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ ഇത് തന്നെ പത്രോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഭാരങ്ങളും വേദനകളും പൂർണ്ണമായി ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. എന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ വേറെ ആരുമില്ല, എന്നെ സഹായിക്കാൻ. എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഉപവാസം, നമ്മുടെ ഈ ഉപവാസം നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ നല്ല വിശുദ്ധമായ ജീവിതത്തിൻ്റെ കാരണമായി തീരണം. വിശുദ്ധമായ ജീവിതത്തിൽ ഇത് കാരണമായി തീർന്നാൽ എന്ത് സംഭവിക്കും? ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നീക്കിക്കളയുകയും ചെയ്യും, നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പം എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ നൊയമ്പിൽ പ്രാർത്ഥനയും ഉപവാസമാണ്. എന്നാൽ അതേ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഈ നൊയമ്പിൽ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.